77 ദിവസം കൊണ്ട് OETക്ക് എല്ലാ മോഡ്യൂളിനും B ലഭിക്കുന്ന ഒരു സ്റ്റഡി മെത്തേഡാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൽ പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയുള്ളതാണ്. OET എന്താണ്, എനിക്ക് OET പഠിക്കണം, പക്ഷേ എങ്ങനെ തുടങ്ങും, ഇത് എങ്ങനെയാണ് ഈ ഒരു പഠനം ഡിസൈൻ ചെയ്യേണ്ടത് എന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ഈ 77 ദിവസം കൺസിസ്റ്റൻ്റായി ഞാൻ പറഞ്ഞു തരുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ, ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ പഠിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് 77 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിന് OET എല്ലാ മോഡ്യൂളിനും B ഗ്രേഡ് കിട്ടും. അതുപോലെ OET IELTS ആവശ്യമായിട്ടുള്ള ബേസിക് ഇംഗ്ലീഷ് ഗ്രാമറുകൾ ലേൺ വിത്ത് ലോറൻസ് എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങളിത് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. OET IELTS പഠിക്കുന്ന മറ്റു സ്റ്റുഡൻസിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എഴുപത്തിയേഴ് ദിവസം കൊണ്ട് എങ്ങനെ OETക്ക് എല്ലാ മോഡ്യൂളിനും B ലഭിക്കുക എന്ന ക്ലാസ്സാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് എനിക്ക് OETയെക്കുറിച്ച് ഒന്നും അറിയത്തില്ല, പക്ഷേ എനിക്ക് OET പഠിച്ച് എല്ലാ മോഡ്യൂളിലും എനിക്ക് B ലഭിക്കണം, ഇതാണ് എൻ്റെ ലക്ഷ്യം. അപ്പം അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷന് 3 ഫേസസ് ആണുള്ളത്. ഒന്ന് പ്രീ OET സ്റ്റഡി, 2 അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് OET, 3 എക്സാം മോഡ്. ഇതിൽ ആദ്യം പ്രീ OET സ്റ്റഡി ഏകദേശം ആദ്യത്തെ 15 ദിവസമാണ്. ഈ 15 ദിവസം നമ്മൾ ബേസിക് ഗ്രാമറുകളാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ നമുക്ക് അറിയത്തില്ലായിരിക്കും. അതായത് ഇംഗ്ലീഷിൽ എത്ര പൂറാണെങ്കിലും, ഇംഗ്ലീഷ് എത്രമാത്രം ടഫാണെങ്കിലും ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും B ഗ്രേഡ് കിട്ടും. നിങ്ങൾക്കിത് നേടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് ഞാൻ ഈ പറയുന്ന മെത്തേഡ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എല്ലാ മോഡ്യൂളിലും B കിട്ടും. ആദ്യത്തെ 15 ദിവസം നമ്മൾ ഗ്രാമറാണ് പഠിക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ചിലപ്പോൾ ഗ്രാമർ, നിങ്ങൾക്ക് അറിയില്ലായിരിക്കും ചിലപ്പോൾ ഗ്രാമർ. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ആദ്യത്തെ 15 ദിവസം നിങ്ങൾ ഈ ഗ്രാമർ നന്നായിട്ട് പഠിക്കുക. ഇത് ഒന്നും അറിയാത്തൊരു സ്റ്റുഡൻറ്റിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ഫസ്റ്റ് ഡേ ക്ലാസ് എന്ന് പറഞ്ഞാൽ പാർട്സ് ഓഫ് സ്പീച്ചാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൽ, അതായത് ലേൺ വിത്ത് ലോറൻസ് എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനലിൽ ഈ ഗ്രാമറുകൾ കൃത്യമായിട്ട് ഒരു പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. നിങ്ങളതെടുത്ത് ഓരോന്നും എഴുതി പഠിക്കണം. അപ്പം ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് പാർട്സ് ഓഫ് സ്പീച്ചാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രസൻറ്റ് ടെൻസ് പഠിക്കുക, പിന്നെ പാസ്റ്റ് ടെൻസ് പഠിക്കണം, പിന്നെ ഫ്യൂച്ചർ ടെൻസ് പഠിക്കണം. ഈ 3 ടെൻസും, അതായത് 3 ടെൻസിനെ വീണ്ടും 4ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. മൊത്തം 12 ടെൻസും നിങ്ങൾ നന്നായിട്ട് പച്ചവെള്ളം പോലെ പഠിക്കുക. അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ടത് വേർബ്. എന്താണ് വേർബ്, എന്തൊക്കെ തരത്തിലുള്ള വേർബ് ഇംഗ്ലീഷിലുണ്ട്, അത് എങ്ങനെയാണ് നമ്മൾ ഓരോ സെൻറ്റൻസിലും ഉപയോഗിക്കേണ്ടത് എന്നുണ്ട്, അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇതൊക്കെ ഈ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങളത് എടുത്തിട്ട് ഈ 15 ദിവസത്തിനകം ഓരോ ദിവസവും ഓരോ ഗ്രാമർ വെച്ച് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വേർബ് പഠിച്ചു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പഠിക്കേണ്ടത് പ്രിപ്പോസിഷനാണ്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നിങ്ങൾ സിമ്പിൾ സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്. ഇത് ചിലപ്പോൾ ഒരു 2 ദിവസം വേണ്ടി വരും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ. അതുപോലെ സിമ്പിൾ, കോംപ്ലക്സ്, കോമ്പൗണ്ട് സെൻറ്റൻസ് കഴിഞ്ഞിട്ട് നിങ്ങൾ പാസീവ് വോയിസ് ആൻഡ് ആക്റ്റീവ് വോയിസ് പഠിക്കുക. OET IELTS പഠിക്കുന്ന സ്റ്റുഡൻസിന് പാസീവ് വോയിസ് ആൻഡ് ആക്റ്റീവ് വോയിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ പാസീവ് വോയിസ് ആൻഡ് ആക്റ്റീവ് വോയിസിൻ്റെ ക്ലാസ് വളരെ ലളിതമായിട്ട് ഒരു കുഞ്ഞു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എടുത്ത് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ഒരു ദിവസം പഠിക്കുക, പിറ്റേ ദിവസം ആർട്ടിക്കിൾ പഠിക്കുക. ഇത് ഏകദേശം ഒരു 12 ദിവസം ഉണ്ടാവും ഈ ഓരോ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ. ഈ ഓരോന്ന് പഠിക്കുമ്പോൾ നിങ്ങളത് എഴുതി വെക്കണം. ഈ 12 ദിവസത്തെ പഠനം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 ദിവസം കൂടി ഈ സെയിം ഗ്രാമർ നിങ്ങൾ ഒന്നും കൂടി എടുത്ത് റിവൈസ് ചെയ്യുക. എന്തെങ്കിലും മറന്നുപോയതോ പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ആദ്യം പഠിച്ച കാര്യങ്ങളോ എല്ലാ ടെൻസുകളും നന്നായിട്ടൊന്ന് പഠിക്കുക. അങ്ങനെ 15 ദിവസം നിങ്ങൾ ഗ്രാമർ മാത്രം പഠിക്കുക. ഇത് ഒരു വെള്ള പുസ്തകത്തിൽ, ഇതൊരു പുസ്തകത്തിൽ, ഒരു പുതിയ പുസ്തകത്തിൽ നിങ്ങളിത് എഴുതി വെച്ച് പഠിക്കണം. നിങ്ങൾക്ക് പിന്നീട് OETയുടെ മെയിൻ, അതായത് എക്സാം മോഡിലോട്ട് നിങ്ങൾ കിടക്കുമ്പം നിങ്ങൾക്ക് ചില ഡൗട്ടുകൾ വരും. അന്നേരം അതെടുത്ത് റെഫർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലൊന്നും അന്നേരം എടുക്കരുത്. നിങ്ങൾ എടുത്ത് നോക്കേണ്ടത് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതാണ് എടുത്ത് നോക്കേണ്ടത്. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ മാത്രം നിങ്ങൾ യൂട്യൂബ് ചാനൽ എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഈ ഗ്രാമർ പഠിക്കുന്ന 15 ദിവസം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് പറയുമോ, ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങളിപ്പോൾ ഒരു ദിവസം ഒരെണ്ണം പഠിക്കുകയാണ്, അത് അന്നത്തെ ദിവസം മൊത്തം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക റിപ്പീറ്റഡായിട്ട്. പിറ്റേ ദിവസം രാവിലെ എടുത്ത് വീണ്ടും കേൾക്കുക. മനസ്സിലായോ? അപ്പം ഗ്രാമർ ഡൗട്ട് വരും, അതെടുത്ത് ചുമ്മാ നിങ്ങളെടുത്ത് കേൾക്കുക. എന്നാൽ തന്നെ നിങ്ങൾക്ക്
നിങ്ങൾക്ക് ആ പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഓർക്കാൻ പറ്റും, നിങ്ങൾ വിട്ടുപോയ കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ അറിയാതെ പഠിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ 15 ദിവസം നിങ്ങൾ ഈ ഗ്രാമർ പഠിച്ചു കഴിയുന്നു. അതിനുശേഷം അത് കഴിഞ്ഞിട്ടുള്ള 5 ദിവസം നിങ്ങൾ സ്വന്തം OET, അതായത് ഇൻ്റർനെറ്റിൽ കയറി ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യുക OET റൈറ്റിംഗ്. അല്ലെങ്കിൽ യൂട്യൂബിൽ പലരും പഠിപ്പിക്കുന്നുണ്ട് എന്താണ് OET റൈറ്റിംഗ്. എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് എന്താണ് OET റൈറ്റിംഗ്. ഇത് പഠിക്കുക. ഞാൻ വളരെ വ്യക്തമായിട്ട് സിമ്പിളായിട്ട് ഞാൻ പറയുന്നുണ്ട് എന്താണ് OET റൈറ്റിംഗ്. അതായത് മനസ്സിലാകാൻ വേണ്ടി ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് OET റൈറ്റിങ്ങിൻ്റെ അസസ്മെൻറ്റ് ക്രൈറ്റീരിയ, എങ്ങനെയാണ് നമ്മൾ OET റൈറ്റിങ്ങിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക. എന്നിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക എന്താണ് OET. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ. നിങ്ങൾ വേറെ ഒരിടത്തും പോകണ്ട, നിങ്ങൾ ആരെയും വിളിക്കേണ്ട, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചേരേണ്ട. ആദ്യത്തെ 5 ദിവസം, അതായത് 15 ദിവസം ഗ്രാമർ കഴിഞ്ഞിട്ട് പിന്നെ 16, 17, 18, 19, 20 ഈ 5 ദിവസങ്ങളിൽ നിങ്ങൾ റൈറ്റിംഗ്, OET റൈറ്റിംഗ് എന്താണ് നിങ്ങൾ സ്വന്തം മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അത് നിങ്ങൾ എഴുതി വെക്കുക. അതിനുശേഷമുള്ള 3 ദിവസം, അതായത് 20 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ 21, 22, 23 ഈ 3 ദിവസം നിങ്ങൾ സ്വന്തം OET സ്പീക്കിംഗ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. OETയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക. OETയുടെ യൂട്യൂബിൽ ഇഷ്ടംപോലെ ക്ലാസ്സുകളുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ OET സ്പീക്കിംഗ് എന്താണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾ എടുത്ത് പഠിക്കുക 3 ദിവസം. അപ്പം 23 ദിവസമായി. 23 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത 2 ദിവസം, അതായത് 24ഉം 25ഉം ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലിസണിങ് പഠിക്കുക. എന്താണ് ലിസണിങ് എന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണ് ലിസണിങ് ചെയ്യേണ്ടത്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു സാമ്പിൾ എക്സാം നിങ്ങൾ എടുത്ത് ചെയ്ത് നോക്കുക നിങ്ങൾ സ്വന്തം. അതിനുശേഷം നിങ്ങൾക്കപ്പം ഇനി പഠിക്കാനുള്ളത് റീഡിംഗ് ആണ്. റീഡിംഗ് എന്താണെന്ന് അതായത് 26ഉം 27ഉം ദിവസങ്ങളിൽ റീഡിംഗ് എന്താണെന്നും കൂടെ പഠിക്കുക. നിങ്ങൾ സ്വന്തമാണ് ഇരിക്കേണ്ടത് ഇതൊക്കെ ചെയ്യേണ്ടത്. ബേസിക് ഗ്രാമർ 15 ദിവസം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് 5 ദിവസത്തേക്ക് നിങ്ങൾ റൈറ്റിംഗ് പഠിച്ചു. പിന്നെ 3 ദിവസം നിങ്ങൾ സ്പീക്കിംഗ് പഠിച്ചു സ്വന്തം. പിന്നെ 2 ദിവസം നിങ്ങൾ ലിസണിങ് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് 2 ദിവസം നിങ്ങൾ റീഡിംഗ് പഠിച്ചു. അപ്പം നിങ്ങൾക്ക് ഒരു ഓവറോൾ ഒരു ഐഡിയ കിട്ടും എന്താണ് OET, എന്താണ് OET റൈറ്റിംഗ്, എന്താണ് OET റീഡിങ്, എന്താണ് OET ലിസണിങ്, സ്പീക്കിംഗ്, ഇതൊക്കെ എന്താണ് നിങ്ങൾക്ക് തന്നെ ഒന്ന് മനസ്സിലായോ? അതിനുശേഷം 5 ദിവസം, അടുത്ത 5 ദിവസം, അതായത് 27 മുതൽ 28, 29, 30, 31, 32 ഈ 32ാമത്തെ ദിവസം വരെ നിങ്ങൾ സ്വന്തം, അതായത് ചുമ്മാ ഒരു OET റീഡിങ് ചെയ്ത് നോക്കുക, ചുമ്മാ ഒരു OET ലിസണിങ് ചെയ്ത് നോക്കുക, ചുമ്മാതെ ഒരു OET റൈറ്റിംഗ് എഴുതി നോക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. ഇത് ശരിയാണോ ചേട്ടാ അല്ലെങ്കിൽ സാറേ എന്നൊക്കെ ചോദിച്ച് നിങ്ങൾ അയച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സ്വന്തം അടുത്ത 5 ദിവസം പ്രാക്ടീസ് ചെയ്യുക. ഈ 5 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് OET എന്ന്. അപ്പം ആദ്യത്തെ 15 ദിവസമാണ് പ്രീ OET സ്റ്റഡി. അതിനുശേഷം നമ്മൾ ഈ 5 ദിവസം പ്രാക്ടീസ് ചെയ്യുന്ന വരെയുള്ള സമയമാണ് അണ്ടർസ്റ്റാൻഡ് OET എന്ന് പറഞ്ഞ ഫേസ്. അതായത് ഞാൻ സ്വന്തം എന്താണ് OET എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ഫേസാണ് ഇത്. ഇപ്പം എനിക്ക് OET എന്താണെന്ന് മനസ്സിലായി. OETയുടെ ഗ്രാമറുകളും ഇംഗ്ലീഷിൻ്റെ ബേസിക് ഗ്രാമറുകളും ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഇതിന് ശേഷമാണ് എക്സാം മോഡ്. നമ്മളപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്ന് ചേരണം. നമ്മൾ ഏതെങ്കിലും വീടിനടുത്തുള്ള നിങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകാൻ പറ്റുമെങ്കിൽ പോവുക, ഇല്ലെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾ ചേരുക. അതായത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന എക്സാം മോഡിലെ സ്റ്റഡി പീരീഡ് നിങ്ങളൊരു 45 ദിവസത്തെ കോഴ്സ്. നിങ്ങളൊരു വ്യക്തിയുടെ അടുത്ത് കോച്ചിങ്ങിന് പോകരുത്. അങ്ങനത്തെ ഒത്തിരി പേരങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പോകേണ്ടത്. നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാമോ? അവർ നിങ്ങൾക്ക് ഒത്തിരി മെറ്റീരിയൽസ് തരും, അതായത് ഫ്രഷ് മെറ്റീരിയൽസ്, അപ്ഡേറ്റഡ് മെറ്റീരിയൽസ് തരും. അതുകൂടാതെ അവിടെ നിങ്ങൾക്ക് ഫ്ലെക്സിബിളായിട്ട് നിങ്ങൾക്കൊരു കറക്ഷൻ തരാൻ വേണ്ടി ഒരു ടീച്ചർ ഉണ്ടാവും. ആ ടീച്ചർ അന്ന് അവൈലബിൾ അല്ലെങ്കിൽ വേറൊരു ടീച്ചർ ഉണ്ടാവും. ആ ടീച്ചറിനെ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഹെഡ് അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർ അത് മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. അവർ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലേ. നിങ്ങൾക്കിപ്പോൾ ആ ടീച്ചറിൻ്റെ അടുത്ത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേറൊരാളുണ്ടാവും. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിൽ ഒത്തിരി നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതുപോലെ തന്നെ പറ്റിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. പറ്റിക്കുന്ന സ്ഥാപനങ്ങൾ നിങ്ങൾ പോകരുത്. ഏതെങ്കിലും നല്ല പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ടോ എന്ന് OET എഴുതി പഠിച്ചവരോടും പാസ്സായവരോടൊക്കെ ചോദിക്കുക. ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു 10 പേര് പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ ആ സ്ഥാപനം തീർച്ചയായിട്ടും നല്ല സ്ഥലമാണ്. കാരണം അതുകൊണ്ടാണ് ആ 10 പേര് അവിടെ നിന്ന് പഠിച്ച് പാസ്സായത്. അപ്പം അത്തരത്തിലുള്ള സ്ഥാപനത്തിൽ നിങ്ങൾ ചെന്നിട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക. അപ്പം 45 ദിവസത്തെ കോഴ്സായിരിക്കും. നിങ്ങൾ 45 ദിവസത്തെ കോഴ്സ്
എന്ന് ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവിടെ ചേരുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് എന്താണ് OET റൈറ്റിംഗ് എന്ന് പറഞ്ഞു തരും. നിങ്ങൾ പഠിച്ച രീതി ആയിരിക്കില്ല അവർ പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങളാ പഠിച്ചത് നിങ്ങളുടെ അറിവും ഉപയോഗിച്ച് അവർ പറയുന്ന ആ മെത്തേഡിൽ OET റൈറ്റിംഗ് എന്തൊക്കെ തരത്തിലുള്ള റൈറ്റിംഗ് ഉണ്ട്, ഓരോ റൈറ്റിങ്ങും, അതായത് റെഫറൽ ലെറ്റർ ഇല്ലെങ്കിൽ ഡിസ്ചാർജ് ലെറ്റർ, ഈ ഓരോ ലെറ്ററുകളും എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് എന്നൊക്കെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ഈ OET സ്ഥാപനങ്ങൾ പറഞ്ഞു തരും. ആ സ്ഥാപനത്തിൽ നിന്ന് അവർ പറയുന്ന പോലെ നമ്മൾ പഠിക്കണം നന്നായിട്ട്. അതുപോലെ സ്പീക്കിങ്, ലിസണിങ്, റീഡിങ് ഇതൊക്കെ നിങ്ങളെ പറഞ്ഞു തരും. ഒരു ഏകദേശം ഒരു 20, 22, 23, 24 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ചൊരു നല്ല ഐഡിയ കിട്ടും. എന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് സെക്ഷനുകളിലോട്ട് നിങ്ങളെ അവർ ഉൾപ്പെടുത്തും. അതായത് എക്സാം ബാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് എക്സാം സെറ്റപ്പിൽ നിങ്ങളെ പരീക്ഷകൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ തരും. ആ സമയമാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ ഗ്രാമർ നന്നായിട്ട് പഠിച്ചു, OET എന്താണെന്ന് സ്വന്തമായിട്ട് പഠിച്ചു, അതുപോലെ OETനെ കുറിച്ച് നന്നായിട്ട് ഇപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്നുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾ എക്സാമിന് ഡേറ്റ് ബുക്ക് ചെയ്യുന്നു. എക്സാമിന് ഡേറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം എക്സാം എന്നാണോ എഴുതേണ്ടത് അതിന് 21 ദിവസം മുമ്പ് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം. നിങ്ങൾ എങ്ങനെയാണോ എക്സാമിന് പ്രാക്ടീസ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം. നിങ്ങൾ എങ്ങനെയാണോ എക്സാം എഴുതാൻ പോകുന്നത് അതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം. ഞാൻ 21 ദിവസത്തെ, അതായത് ഇൻ ജസ്റ്റ് 21 days ഗെറ്റ് ബി ഫോർ OET എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണാൻ പറ്റും. ആ ഒരു മോഡൽ നിങ്ങൾ അത് നോക്കുവാണെങ്കിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പുള്ള 21 ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് OET പാസ്സാകാൻ പറ്റും, എങ്ങനെ നമ്മളിത് പഠിച്ച് പാസ്സാകണം. റോബിൻ ശർമ്മയുടെ 5 AM ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ ഒരു മെത്തേഡ് രൂപീകരിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ അതിൻ്റെ കമൻറ്റുകളൊന്നും എടുത്ത് നോക്കിയോ. ആ വീഡിയോ അടിയിൽ കിടക്കുന്ന എത്ര പേരെന്നറിയോ ആ മെത്തേഡ് ഫോളോ ചെയ്തിട്ട് എല്ലാ മോഡ്യൂളിലും B ഗ്രേഡ് കിട്ടിയിരിക്കുന്നത്. എത്ര പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നറിയുമ്പോൾ ഞങ്ങൾക്ക് ആ മെത്തേഡ് ഫോളോ ചെയ്തിട്ട് ഞങ്ങൾക്ക് എല്ലാ മോഡ്യൂളിലും B കിട്ടി, ഞങ്ങൾക്ക് UK സ്കോർ കിട്ടി, എനിക്ക് അയർലാൻഡ് സ്കോർ കിട്ടി എന്ന് പറഞ്ഞ് ഒത്തിരി സ്റ്റുഡൻസ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാനത് അഡ്വർടൈസ് ഒന്നും ചെയ്യുന്നില്ല. അത് നിങ്ങളുടെ ഉപകാരപ്രദമായി എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണം. അതായത് എന്നും രാവിലെ 5 മണിക്ക് എണീക്കുക. 5 മണി തൊട്ട് ഏകദേശം ഒരു 9 മണി വരെ ഇരുന്ന് എക്സാം സെറ്റപ്പിൽ തന്നെ നമ്മൾ സ്വന്തം ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ത്രെഡ്. അപ്പം അത് നിങ്ങൾ അതുപോലെ 21 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് ഓരോ ദിവസം, അതായത് 7ാമത്തെ ദിവസം നിങ്ങൾ റെസ്റ്റ് എടുക്കുക. അതിനുശേഷം വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയത്തില്ലാത്തവരാണെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ 77 ഡേയ്സ്, അതായത് ടോട്ടൽ ഡേയ്സ് ഇപ്പോൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 77 ഡേയ്സ് ആണ്. അപ്പം നിങ്ങൾ 80ാമത്തെയോ ഇല്ലെങ്കിൽ 78ാമത്തെയോ 79ാമത്തെയോ ദിവസം നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും B ഗ്രേഡ് കിട്ടിയിരിക്കും. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. നിങ്ങളൊരു നേഴ്സാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള കപ്പാസിറ്റി ഉള്ളൊരു എക്സാമാണ് ഈ OET എന്ന് പറയുന്ന എക്സാം. നിങ്ങൾക്ക് OETയിൽ എല്ലാ മോഡ്യൂൾസിനും B ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷത്തിന് 10 ഇരട്ടി സന്തോഷമാണ്. നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാലറി ഉണ്ട്, നിങ്ങൾക്ക് ആവശ്യത്തിന് സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതുകൂടാതെ നിങ്ങൾ പ്രാർത്ഥിക്കുക കൂടെ വേണം. നിങ്ങൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം. നിങ്ങൾ പ്രാർത്ഥനകൾ ഒത്തിരി വേണം. നിങ്ങളുടെ മാതാപിതാക്കളോട് പറയാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. നിങ്ങൾ കഷ്ടപ്പെടുക, വിശുദ്ധിയോടെ ജീവിക്കാൻ ശ്രമിക്കുക, ആത്മാർത്ഥമായി പരിശ്രമിക്കുക. നമ്മൾ മാക്സിമം നമുക്ക് എത്രമാത്രം കഷ്ടപ്പെടാൻ പറ്റുമോ അത്രയും കഷ്ടപ്പെടുക. ഇത് നേടിയെടുത്തേ പറ്റൂ എന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു മെൻ്റൽ ആറ്റിറ്റ്യൂഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. കാരണം ഇത് നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒരു എക്സാമാണ്. ഈ ഒരു വിജയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മറ്റൊരു ഫേസാണ് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ സ്വപ്നം കണ്ട, നമ്മൾ നേടണമെന്ന് ആഗ്രഹിച്ച നേഴ്സിംഗ് പഠിക്കാൻ വന്നപ്പം ഞാൻ എന്തിനാണോ നേഴ്സിംഗ് പഠിക്കാൻ വന്നത്, ഓഫ് കോഴ്സ് സമൂഹത്തിന് സേവനം ചെയ്യണം, അതൊക്കെയുണ്ട്. അത് ശരിയാണ്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹം കൂടെ ഉള്ളവരുണ്ടാകുമല്ലോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ക്ലാസ്സുകൾ പറയുന്നതും എടുക്കുന്നതും. അങ്ങനെ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും OET എഴുതി പഠിച്ച് പാസ്സാകണം. അതിന് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ 75 ഡേയ്സ് അല്ലെങ്കിൽ നിങ്ങൾ 77 ഡേയ്സ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 80 ഡേയ്സ് നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യണം. നിങ്ങൾ മറ്റുള്ളവർ പലതും പറഞ്ഞോട്ടെ, ആൾക്കാരെന്തും പറഞ്ഞോട്ടെ, ചുറ്റുമുള്ളവരെന്തും പറഞ്ഞോട്ടെ, അതൊന്നും കാര്യമില്ല. എന്ത് സാഹചര്യമായിരിക്കോട്ടെ, ജീവിതത്തിൽ എത്രമാത്രം തളർന്നു കാശില്ലാത്ത
പലരും കുറ്റപ്പെടുത്തുന്ന, ആരും സപ്പോർട്ട് ചെയ്യാൻ നമുക്കില്ലാത്ത ഏത് സാഹചര്യം ആയിക്കോട്ടെ, നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. ചുമ്മാ എന്തൊക്കെയോ ചെയ്ത് കൂടിയിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ ദിവസം കൃത്യമായിട്ട് നിങ്ങൾ പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കണം, പഠിച്ച് തീർക്കണം. രണ്ടാമത്തെ ദിവസം നിങ്ങൾ എന്തായാലും നിങ്ങൾ ടെൻസ് പഠിക്കണം, പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും പഠിക്കണം 2, 3, 4 ദിവസങ്ങളിൽ. അതുപോലെ വേർബ്, പ്രിപ്പോസിഷൻ, സിമ്പിൾ സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, പാസീവ് ആക്റ്റീവ് വോയിസ്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്, ആർട്ടിക്കിൾസ്, ഇത്രയും നിങ്ങൾ എന്തായാലും പഠിക്കണം OET പഠിക്കാൻ പോകുന്നതിന് മുമ്പ്. അതിനുശേഷമുള്ള ഒരു കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ സ്വന്തം എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ ആ 45 ദിവസത്തെ ഒരു കോഴ്സിന് ഏതെങ്കിലും ഒരു നല്ല OET ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേരുക. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. നിങ്ങൾ തോറ്റു കൊടുക്കാൻ നിൽക്കരുത്. നിങ്ങൾ ചിലപ്പോൾ 1-2 പ്രാവശ്യം ഫെയിലായി പോയേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവൻ തീരുമോ? ഇനി വീണ്ടും നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. ഈ ജീവിതത്തിൽ പല തരത്തിലുള്ള പ്രതിസന്ധികളും സങ്കടങ്ങളും കഷ്ടപ്പാടുകളും നമ്മൾ നേരിടേണ്ടി വരും. പക്ഷെ അതിൽ നമ്മൾ വീണു പോകരുത്. അതിനകത്ത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എണീറ്റ് നിൽക്കാൻ പറ്റണം. അതാണ് വിജയം. പരാജയം എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകും. തോൽവികളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ട്. നമ്മൾ അവിടുന്ന് എണീക്കാൻ പറ്റണം. ഇന്ന് നമ്മൾ ചിലപ്പോൾ സങ്കടപ്പെട്ടിരുന്ന് പോകാം, ടെൻഷൻ അടിച്ചിരുന്ന് പോകാം, സങ്കടങ്ങളും കഷ്ടപ്പാടുകളും നമുക്കുണ്ടാകും. അതിനകത്ത് എണീക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നമ്മൾ തോറ്റെന്ന് വരാം, വീണ്ടും ശ്രമിക്കണം. തോറ്റെന്ന് വരാം, വീണ്ടും ശ്രമിക്കണം. വീണ്ടും 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 ജയിക്കുന്നവരെ നിങ്ങൾ പരിശ്രമിക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ ഓടാൻ പറ്റുന്ന വിധത്തില്ല, മെല്ലെ നടക്കാനേ പറ്റത്തുള്ളൂ. മെല്ലെ മെല്ലെ നടക്കുക, പക്ഷെ മുന്നോട്ടായിരിക്കണം. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. പിന്നെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വീഡിയോസ് ഈ ലേൺ വിത്ത് ലോറൻസ് പറഞ്ഞ യൂട്യൂബ് ചാനലിലുണ്ട്. അത് നിങ്ങൾ കാണാതിരിക്കരുത്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടനെ ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും നിങ്ങളുടെ ഫീഡ്ബാക്കായിട്ട് ഇടുകയാണെങ്കിൽ അടുത്ത വീഡിയോസ് ഞാൻ വളരെ നന്നായിട്ട് ഇച്ചിരിയും കൂടി ഇതിന് വന്നിട്ടുള്ള പോരായ്മകൾ മാറ്റി കുറച്ചും കൂടെ നന്നായിട്ട് നല്ല കണ്ടൻറ്റുകളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കണ്ടൻറ്റുകളായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്.